ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് എലിജിബിലിറ്റിന്റെ ബുക്കോഡ് എല്ലാം തന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ എക്സാമിനേഷൻസ് ഈ പറയുന്ന ജൂലൈ മാസങ്ങളിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന ജൂലൈ മാസം നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെ കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യമെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന രീതിയിൽ അതിന്റെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറയുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സിലബസ് ആണ് എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന 423/2025 ലാസ്റ്റ് ഡേറ്റ് സർവീസ്, അതായത് ഈ പറയുന്ന വിവിധ കമ്പനികളിലെ കൊണ്ടുണ്ടായ നമ്മുടെ കമ്പനി ബോർഡ് എലിജിബിലിറ്റിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 18-ാം തീയതിയാണ് എന്ത് ചെയ്യാൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് അല്ലേ. അതേ 18-ാം തീയതി തന്നെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന ബുക്കോടെ അല്ലെ, ഈ പറയുന്ന ബുക്കോടെ കീഴിലുള്ള ഈ പറയുന്ന എന്താണ് ബുക്കോ LDS എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഈ പറയുന്ന അതിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡൗൺലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതിന്റെ സിലബസ് എന്ത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് കാറ്റഗറി നമ്പർ 423/2025 സ്റ്റോർമാൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, LDC ബക്കോ കാറ്റഗറി നമ്പർ 619/2025 620/2025 മുതലേ തസ്തികളുടെ വിശാലമായ സിലബസ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, അതേപോലെ തന്നെ ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സമകാലിക സംഭവങ്ങൾ അത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് 10 മാർക്കിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയും, ഗതാഗത വാർത്താവിനിമയ മേഖലയും, പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പ്രാഥമിക അറിവ് അത് മാത്രം 10 മാർക്കിന്റെ ഉണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികവും ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനത്തിന് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അതല്ലേ, അത് ഈ പറയുന്ന രീതിയിൽ 10 മാർക്കിനുണ്ട്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, അടിസ്ഥാന വിവരവും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവ അറിവുകളും മൊത്തത്തിൽ 10 മാർക്കിനുണ്ട്. കേരളത്തിന് അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ച് അറിവ് അത് 10 മാർക്കിനുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിൽ നിന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും 10 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നാച്ചുറൽ സയൻസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന 10 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അതിനകത്ത് ഈ പറയുന്ന മനുഷ്യത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള്, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ. തൊട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സയൻസിനകത്ത്, അതായത് പറയുന്ന കെമിസ്ട്രി, ഫിസിക്സ് എന്നിവ അടങ്ങുന്ന ഫിസിക്കൽ സയൻസിനകത്ത് ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്ര ദൈനംദിന ജീവിതത്തില് ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും, താപവും ഊർജ്ജവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും എന്നിങ്ങനെ ഈ പറയുന്ന 10 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അല്ലേ. അപ്പം സയൻസിൽ നിന്ന് മാത്രം നോക്കുകയാണെങ്കിൽ 20 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. 20 മാർക്കിന് മാത്രം ഇടുന്നുണ്ട്, സയൻസിൽ നിന്ന് മാത്രം ചോദ്യമുണ്ട്. ഇനി ഏകദേശം 10-20 മാർക്കിന് കണക്കിൽ നിന്ന് മാത്രമുണ്ട്. കണക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ലഘുഗണിതവും അതേപോലെ തന്നെ ഈ പറയുന്ന റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗം അടങ്ങുന്നതാണ്. ഈ പറയുന്ന ലഘുഗണിതം കൊണ്ട് എന്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ലഘുഗണിതത്തിനകത്ത് ഈ പറയുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗ്ഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരം എന്നിവ അടങ്ങുന്ന എന്ത് ചെയ്യുന്നുണ്ട് ലഘുഗണിതം 10 മാർക്കിനും. മാനസശേഷി നിരീക്ഷണ പരിശോധനയും കൂടെ അടങ്ങുന്ന മറ്റൊരു 10 മാർക്ക്. അതിനകത്ത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം എന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അതും ഈ പറയുന്ന രീതിയിൽ 10 മാർക്കിന് ഉണ്ടെന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 20 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് കണക്കിന്നുണ്ട്. ഏകദേശം 20 മാർക്കിന് എവിടുന്നുണ്ട് ഈ പറയുന്ന ജനറൽ സയൻസിൽ നിന്ന് ഉണ്ടെന്നുള്ളതാണ്. ഏകദേശം എന്താണ് അല്ലെ 60 മാർക്കിന് നമ്മുടെ എന്തുണ്ട് ഈ പറയുന്ന ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനെയിൻസൻസ് ഇൻ കേരള എന്ന് പറയുന്നത് 60 മാർക്കിന് അവിടെ ഉണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ മുന്നിലുള്ളത് 100 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ 100 മാർക്കിനാണ് പരീക്ഷ. 60 മാർക്കിന് ഈ പറഞ്ഞ GK എല്ലാം കൊണ്ട് അടങ്ങുന്ന ഭാഗം, 20 മാർക്കിന് സയൻസ് അടങ്ങുന്ന ഒരു ഭാഗമുണ്ട്, 20 മാർക്കിന് മാത്സ് അടങ്ങുന്ന ഒരു ഭാഗമുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എപ്പോഴും നല്ലൊരു ഭാഗം നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാത്സും അതേപോലെ തന്നെ സയൻസും മാത്രം പഠിച്ചത് 40 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും അല്ലേ. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കൊടുക്കുമ്പോൾ നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ഈ പറയുന്ന 18-ാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ പറയുന്ന കൺഫർമേഷൻ കൊടുക്കുന്ന ആളുകളുടെയൊക്കെ എന്താണ് കൂടിയും കുറഞ്ഞൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് നടത്താനുള്ള സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ.
അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൺഫർമേഷൻ എന്ന് പറയുന്നത് 15-ാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ഉണ്ടെന്നുള്ളതാണ്. അപ്പം കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ജൂലൈ മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം മെയ് മാസമായി, മെയ് ജൂൺ ഈ പറഞ്ഞ 2 മാസങ്ങൾ അടുപ്പിച്ച് ഏകദേശം 10-60 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നിൽ കിട്ടുമെന്നുള്ളതാണ് അല്ലേ. 60 ദിവസം അടുപ്പിച്ച് അടിക്കാൻ നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 60 ദിവസം എഫക്റ്റീവായിട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്ന 60 ദിവസത്തെ ക്രമീകരിച്ച് പഠനം മുന്നോട്ടേക്ക് ആര് കൊണ്ടുപോകുന്നുണ്ടോ അവരായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പ്രിലിംസ് പാസ്സാകുന്നത് എന്നുള്ളതാണ് അല്ലേ. പ്രിലിംസ് പാസ്സാകുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നവൻ എന്ത് ചെയ്യും, അവിടെ വിജയിക്കും. അവൻ പ്രിലിംസ് പാസ്സാവുകയും മെയിൻസ് എക്സാമിനേഷൻ എന്ത് ചെയ്യും, അതിനുവേണ്ടി പഠിച്ചു തുടങ്ങുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ 60 ദിവസം എന്ത് ചെയ്യുക, വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുക. എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ മാത്രം എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചു തീർക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിന് ഈ പറയുന്ന ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റുകളും മറ്റും എന്ത് ചെയ്യുക, ചെയ്ത് മാറേണ്ടതായിട്ടുണ്ട്. സംശയങ്ങളും മറ്റു കാര്യങ്ങളും തീർത്ത് എന്ത് ചെയ്യുക, പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ആദ്യം ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരുന്ന, ഫോക്കസ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ മാത്രം എടുത്ത് ആദ്യം എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കാൻ. ശേഷം സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് എന്ത് ചെയ്യുക, പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും അല്ലേ. ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഉറപ്പുള്ള മാർക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലിരിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, വളരെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി വെച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെ, ഈ പറഞ്ഞ എവിടെ നിന്ന് പഠിച്ചോണമെന്ന് അറിയാൻ വയ്യ, ഈ പറയുന്ന രീതിയിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ എന്താ വിഷമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACET അക്കാഡമിയിൽ നമ്മൾ കമ്പനി ബോർഡ് LGS BECO അതായത് ഈ പറയുന്ന നടക്കാൻ വേണ്ടി പോകുന്ന പ്രിലിംസ് 2 പ്രിലിംസ് എക്സാമിനേഷൻസിന് വേണ്ടി നമ്മൾ 60 ദിവസത്തെ ഒരു ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നമ്മൾ ക്രൂഷ്യലായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം എടുത്തു വെച്ചതിന് ശേഷം അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ക്ലാസ്സുകളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും അതേപോലെ തന്നെ ആ പ്രാക്ടീസ് സെഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്ന സമയങ്ങളിൽ സംശയങ്ങളും മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇപ്പോൾ എങ്ങനെയാണ് കോഴ്സ് റൺ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ച് പോകുന്നത്, അപ്പോൾ എങ്ങനെയാണ് സംശയങ്ങൾ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ എന്ത് ചെയ്യുക, നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. തൊട്ട് താഴെ ഒരു നമ്പർ ഉണ്ട് 9995467246 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോഴ്സായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വളരെ ഇൻറ്റൻസീവായിട്ടുള്ള നിങ്ങൾ റിവിഷൻസ് ഇപ്പം തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അധികം സമയം നമ്മൾ മുന്നിലില്ല. ഈ പറയുന്ന വീഡിയോ എപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ പഠനം തുടങ്ങുക. ഒരുപാട് പേര് ഈ പറയുന്ന പഠനം തുടങ്ങിയേക്കാണ് ഓൾറെഡി അല്ലേ. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കൺഫർമേഷൻ വരുന്നതിന് മുമ്പേ അത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ കാണും അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ റിവിഷൻ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. പഠിക്കുക എന്നുള്ളത് മാത്രം അപ്പുറത്തേക്ക് റിവിഷനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ക്രൂഷ്യലായിട്ട് ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ആദ്യം തൊട്ട് പഠിക്കാൻ ഇരിക്കരുത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, വെച്ച് ആ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ മുന്നിലേക്ക് എന്ത് ചെയ്യുക, വെക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സംശയങ്ങളെല്ലാം തന്നെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.